അല്ല, അങ്ങ് ആരാണ്? കണ്ടിട്ട് വലിയ കഥാനായകനാണെന്ന ഭാവം. ഉള്ള സംഘം. അവരെ പിടികൂടാൻ വേഷം മാറി വന്ന ഭടന്മാരായി ഇവർ. നമുക്ക് പണിയില്ല. എത്ര വേഗത്തിലാണ് അവൾ വാൾ വീശുന്നത്. നന്നായിരിക്കുന്നു. നമ്മുടെ കഥാനായകൻ എവിടെ? കാണുന്നില്ലല്ലോ. ഈ നേരം കൊണ്ട് ആള് നീ അങ്ങോട്ട് പോ. രണ്ടുപേരും ഇങ്ങോട്ട് പോ. കുറച്ചുപേര് ഇവിടെ നിൽക്കട്ടെ. ആയുധം അതിന് താ. നിന്റെ ശ്രദ്ധ ഇവിടെയല്ല ബാഹു. ആ മരം എങ്ങാനും വീണരുതെങ്കിൽ എന്താകുമായിരുന്നു എന്റെ അവസ്ഥ? തലനാരഴയ്ക്കാൻ ഞാൻ രക്ഷപ്പെട്ടത്. മരിച്ചു പോണതായിരുന്നു അറിയോ? അവൾക്ക് വേണ്ടി എന്തും ചെയ്യണമെന്ന് തോന്നിപ്പോന്നു. എന്ന് വെച്ച് കൊലയ്ക്ക് കൊടുക്കണോ? അത് എന്നെ തന്നെ കൊലക്ക് കൊടുക്കണോ? എടാ ദ്രോഹി, കുഞ്ഞുനാൾ മുതൽ ഞാൻ നിനക്ക് എന്തെല്ലാം ചെയ്തു തരുന്നാടാ. ഞങ്ങളെ ഒന്നിപ്പിക്കാൻ നിങ്ങൾ ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. മാധവ, തമ്പുരാട്ടി, അവരുടെ ഒളിത്താവളം കണ്ടുപിടിക്ക. അപഹരിച്ചത് മുഴുവനും തിരിച്ചു പിടിക്കണം. ശരി. എല്ലാവരെയും പിടിച്ചു കിട്ടും. ആരും രക്ഷപ്പെടരുത്. കുറച്ചുകൂടെ നന്നായി മുറുക്കിക്കട്ടെ. പനമരം പോലെ നിൽക്കുന്നല്ലോ. പെണ്ണുങ്ങളുടെ കൂടെ പോയി ഒളിക്കാൻ നാണമില്ലേ? ക്ഷമിക്കണം രാജകുമാരി, എന്റെ സഹോദരിയുടെ മോന. ആളൊരു മന്ദബുദ്ധിയാണ്. എടാ ഇങ്ങോട്ട് വാ. ഒരു പണി അറിയില്ല. വീട്ടുകാരിവനെ ഇറക്കി വിട്ടതാ. എന്ത്? വീട്ടുകാരി തന്നെ ഇറക്കി വിട്ടെന്നോ? അതെ തമ്പുരാട്ടി. നിങ്ങൾക്കൊരു നല്ല മനസ്സുണ്ടെന്ന് കണ്ടാൽ തന്നെ അറിയില്ലേ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവനെ എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു കൊടുക്ക്. മരിക്കുന്നവരെ ഇവൻ തമ്പുരാട്ടിയുടെ പേര് തന്നെ ജപിച്ചോണ്ടിരിക്കും.
അങ്ങനെയെങ്കിൽ ഇവന്റെ ഭാരത്തിനും ഉയരത്തിനും കഠാര പിടിക്കുന്നത് പരിശീലിപ്പിച്ചാൽ കാവൽക്കാരന്റെ ജോലിയെങ്കിലും കിട്ടും. അത് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. നന്ദിയുണ്ട് തമ്പുരാനെ, ഒരുപാട് നന്ദിയുണ്ട്. മരുമകനെ, ദാ അങ്ങോട്ടൊന്ന് നോക്കി. ഗോപികാ പൗർണമി വരുന്നു. കൃഷ്ണഭഗവാന് പ്രത്യേക പൂജകൾ ഒരുക്കണം. മഹാറാണി, അത് സ്ത്രീകളുടെ ഉത്സവമാണ്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുവോ അങ്ങനെ ചെയ്തുകൊള്ളുക. അതിപ്പോ എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? കുമാരി ദേവസേനെ, ഇവിടെ നിന്നെ പോലെ അമ്പെയ്യാൻ സമർത്ഥയായ ആരുമില്ല. എന്നിട്ടും നിനക്ക് മതിയായില്ലേ? മതിയായില്ല മഹാമന്ത്രി. ഒരു വില്ലിൽ രണ്ടമ്പുകൾ ചെയ്യാൻ കഴിയില്ല കുമാരി. മഹാമന്ത്രി, എന്റെ സഹോദരിക്ക് എന്തും സാധ്യമാകും. നീ ഒന്നുകൂടെ ശ്രമിച്ചു നോക്കൂ മോളെ. നീ എന്ന് പോയേ. അവളൊരു പെണ്ണാണെന്നുള്ള വിചാരം പോലും നിങ്ങൾക്കില്ലേ? അവളെ വിവാഹം ചെയ്യിക്കുന്നോ അതോ യുദ്ധത്തിന് അയക്കുന്നോ? മഹാറാണി പറഞ്ഞത് വളരെ ശരിയാണ്. വരുന്ന വരന്മാരിൽ ആരെങ്കിലും തിരഞ്ഞെടുക്കുന്നോ അതോ നിന്റെ മാമനെ കൊണ്ട് വിവാഹം ചെയ്യിക്കണോ? ഞങ്ങളുടെ ആയുധങ്ങൾ കാണിച്ചു തരാം. വാ, ഇത് ഗഥ. ഉയർത്താനാവില്ല. ഇത് കുന്തം. എറിയാൻ പറ്റില്ല. ഇത് വാൾ. വീശാൻ പഠിപ്പിച്ചു തരാം. വാ. എന്തൊക്കെ അറിയാം? എല്ലാം അറിയാം പ്രഭു. തലപ്പന്ത് കളി, കടുവാകളി, കണ്ണുകുത്തിക്കളി, കൊലകൊലയാ മുന്തിരിങ്ങ. അതെ, ഞൊണ്ടിക്കളി അറിയില്ലേ? ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട്, എന്നാൽ പെണ്ണുകളെ കൂടെ കളിപ്പിക്കില്ലല്ലോ. അത് വിട്, എന്നെ നോക്ക്, ഞാൻ പഠിപ്പിച്ചു തരാം. ഇങ്ങനെ എടുക്കണം, മേലോട്ട് ഉയർത്തണം. അയ്യോ, ശ്രമിച്ചു നോക്ക്. ശരിടാ, ഇവൻ എന്തറിഞ്ഞിട്ടാ? കുമാരവർമ്മ പഠിപ്പിക്കുന്നു. എട്, മേലോട്ട് ഉയർത്തി ആഹാ, എങ്ങനെ രണ്ടായി? ഞാനോ? അതെ പ്രഭു, അങ്ങേക്കല്ലാതെ ഇത് ആർക്ക് പറ്റും പ്രഭു? ഞാൻ തന്നെ. ഉടുമ്പിന്റെ പിടി, കാളയുടെ ഇടി, കഴുകന്റെ ലക്ഷ്യം, ആനയുടെ ബലം, പുലിയുടെ ശരീരം, കടുവയുടെ വേഗത, സിംഹത്തിന്റെ ഗാംഭീര്യം. ഈ ഒരു ശരീരത്തിൽ ഒരു വനം തന്നെ ഉണ്ടല്ലോ പ്രഭു. പ്രഭു, നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിന്നെയും ഞാൻ ആശ്രയിക്കും. ഈ ചെറിയ ദേശത്തെ യുവറാണിക്ക് വേണ്ടി എന്തിനാ ഈ നാടകമൊക്കെ? നീ ആരാണെന്നറിഞ്ഞ അവര് നിന്റെ കാലെടുത്ത് നെറ്റിയിൽ വെച്ച് പൂജ ചെയ്യില്ലേ ബാഹു? ഇനിയും ഈ നാടകം ഇങ്ങനെ തുടർന്നുകൊണ്ട് പോണോ? 60 വയസ്സായിട്ടും സ്ത്രീഗന്ധം അറിയാത്ത കിഴവനോട് പ്രേമത്തെക്കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം? നാക്കിന് എല്ലില്ലാന്ന് കരുതി എന്തും പറയരുത് ബാഹു. പ്രേമത്തെക്കുറിച്ച് നീ വിവരിച്ച് പറഞ്ഞിട്ട് എനിക്ക് അർത്ഥം മനസ്സിലായില്ലെങ്കിൽ അപ്പൊ നീ പറഞ്ഞാ മതി. ഈ കുളിരുള്ള രാത്രിയിൽ മനസ്സ് പങ്കുവെക്കുന്ന പറവകളെ നോക്കൂ. ആകാശത്ത് പൂനിലാവ്, ആ കിടക്കുന്ന പൂക്കളുടെ മേൽ വീണു ചിതറുന്ന ചന്ദന നിലാവൊളി നുകർന്ന് അവ ചുണ്ടുകൾ ഉരസിക്കൊണ്ട് പരസ്പരം കൊഞ്ചിക്കുഴയുന്നത് കാണുമ്പോൾ എന്തു തോന്നുന്നു? ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ? ഒരിക്കൽ പോലും ഇവറ്റകളുടെ രുചി എന്താന്ന് അറിഞ്ഞിട്ടില്ല. ഇവറ്റകളെ പിടിച്ച് ഉപ്പും മുളകും പാകത്തിന് പുരട്ടി എരിയുന്ന തീയിൽ ചെറുതായി ചുട്ടെടുത്ത് തട്ടിയാൽ സ്വർഗം.
ഇതെന്ത് പറ്റി? രാത്രിയിൽ ഇത് ഏഷ്യയല്ലേ? പ്രഭോ, യുവറാണി ദേവസേന മുഖം കാണിക്കാൻ വരുന്നു. വരൂ ദേവസേനെ. ഈ രാത്രിയിലെ വരവിന് പിന്നിൽ എന്തോ ഉദ്ദേശമുണ്ടെന്ന് തോന്നുന്നു. മാമാ, പകലിൽ നിങ്ങളുടെ വീരസാഹസം കാണാൻ പറ്റിയില്ല. ഇപ്പോഴെങ്കിലും ഒന്ന് കാണിക്കുമോ? അതിപ്പോ ആ തടിക്കൂടെ പോവാനാ. അതാ അവിടെ ഇരിപ്പുണ്ടല്ലോ. ചേടാ, അതവിടെ കിടപ്പുണ്ടായിരുന്നു. കിട്ടിയോ? അത് ശരി. അല്ല, എന്റെ വാട് മാറി നിന്നോളൂ. അയ്യോ, നിർത്ത്. വേണ്ട പ്രഭു, നിങ്ങൾ വില്ലാളി വീരൻ. പകൽ കാണിച്ച ആ മഹാവിദ്യ വീണ്ടും രാത്രിയിൽ ആവർത്തിച്ചാൽ അത് അപശകുനമാണ്. അല്ല, ഇത് അങ്ങേക്കറിയില്ല എന്നുണ്ടോ? എന്താ അറിയാത്തത്? ഞാൻ മറന്നുപോയതാ. തക്ക സമയത്ത് ഓർമ്മിപ്പിച്ചു. നാളെ നമ്മൾ വേട്ടയ്ക്ക് പോകുന്നു മാമ. എന്തിന്? കാട്ടുപന്നികൾ നമ്മുടെ വയലുകൾ. പന്നികളെ എനിക്ക് ഇഷ്ടമല്ല. പന്നികളല്ല, കാട്ടുപന്നികൾ അതിനെയും വയലുകൾ നശിപ്പിക്കുന്നുവെന്ന് കർഷകർ പരാതിപ്പെടുന്നു. ഇവരെയും കൂടെ കൂട്ടിക്കോളൂ. എലിയെ കണ്ടാലേ പേടിച്ചോടുന്നവനെ ഇവനെയും കൊണ്ട് വേട്ടയ്ക്ക് പോയാ. വന്നത് മുതൽ നിങ്ങളുടെ കൂടെ ചുറ്റുകയല്ലേ. ഞങ്ങളുടെ കൂടെ വന്നാലേ മനസ്സിലാക്കാൻ കഴിയൂ എന്തിനിവന് ഉപയോഗപ്പെടുമെന്ന്. കൂട്ടിക്കൊണ്ടുവരൂ. ശരി. പന്നി. ദേഹത്ത് വീഴാതെ. കൊന്നു കളഞ്ഞല്ലോ. നീലബാണം, നീലബാണം. ഇത് വർമ്മത്തപ്പനാന്റെയാ. കുമാരവർമ്മൻ കാട്ടുപന്നിയെ കൊന്നു മലർത്തി. വീണ്ടും കുമാരവർമ്മൻ. പന്നി. എന്തൊരു വലിപ്പോ! ഇത്ര തടിച്ചിട്ടാ. അയ്യോ, എങ്ങനെ കൊന്നേ? ആഹാ, വർമ്മശരം രാമശരം. കുമാരവർമ്മന് ജയ് ഹോ. ഇങ്ങനൊരു വീരനെ ഞാൻ കണ്ടിട്ടേയില്ല. എന്താ ഒരു അമ്പെയ്ത് കസറല്ലേ. ആഹാ, ആശ്ചര്യം. ഈ സാഹസത്തെ പറ്റി പറയാൻ വാക്കുകളില്ല. മൊത്തം പന്നികളെയും അദ്ദേഹം ഒറ്റയ്ക്കല്ലേ എഴുതി വീഴ്ത്തിയത്. അത്ഭുതം. പന്നിവീരൻ കുമാരവർമ്മൻ, പന്നിവീരൻ കുമാരവർമ്മൻ, പന്നിവീരൻ കുമാരവർമ്മൻ. പ്രശംസ ഇഷ്ടമല്ല. അതറിയാമേ. ദേവസേനെ, ഈ അമ്പുകൾ നമ്മൾ ഭദ്രമായി സൂക്ഷിച്ചു വെക്കണം. അമ്പെയ്ത് പരിശീലിക്കുന്നവർക്ക് ഇത് ആത്മവിശ്വാസം നൽകും. ദീർഘവീക്ഷണം.
നിന്നെ ആദ്യം കണ്ടപ്പോ മുതലേ എനിക്ക് സംശയമുണ്ടായിരുന്നു. നിന്റെ അഭിനയം, നിന്റെ അതിവിനയം. ഞാനോ? കണ്ടിട്ടങ്ങനെ തോന്നിയില്ലല്ലോ. നിന്റെ പേരെന്താന്നാ പറഞ്ഞേ? ശിവ. ശിവ. പിടിച്ചു. ഇത് യുദ്ധത്തിന് വാള് വീശിയ കൈ. ഒരു യോദ്ധാവിന്റെ കൈ കണ്ടാൽ എനിക്കറിയില്ലേ. ദേ എന്തൊക്കെയോ പറയുന്നു. അയ്യോ, എന്താ ഈ പറയുന്നത്? അവനൊന്നും അറിഞ്ഞുകൂടാത്തൊരു പാവാ. അത് ഞാൻ പറയാം. മണിയനെ കൂട്ടിക്കൊണ്ട് വരൂ. എന്താ തമ്പുരാട്ടി ഇതൊക്കെ? ഒരു ഈർക്കിലെ കമ്പ് പോലും പൊക്കാൻ ശേഷിയില്ലാത്ത ഇവന്റെ കയ്യിൽ ഇത്രയും വലിയ കുന്തവും പിടിപ്പിച്ച് നിർത്തിയ ഇവൻ എന്ത് ചെയ്യാനാ? എന്താ ഇത്? അവിടെ വരണ്ടോടുന്ന കാള ഇവിടെ ഈ പോഴൻ. ഇനി എന്തായിരിക്കും സംഭവിക്കാം? അയ്യോ, എന്റെ മരുമോനെ കൊന്നുകളഞ്ഞോ? ഇന്നുവരെ ഒരു സുഖം അനുഭവിക്കാത്ത പാവം പയ്യനോട് ഈ അന്യായം ചെയ്തു കളഞ്ഞല്ലോ. അയ്യോ, കൈയൊടിഞ്ഞോ? കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി ഇവന് ആരാ പെണ്ണു കൊടുക്കുക? ഏത് പെൺകുട്ടിയെ ഇവന് ഹൃദയത്തിൽ ഇടം കൊടുക്കുക? അത്ര വലിയ മഹാമനസ്സുള്ള മഹാറാണി ആരാ? ആ രഥം കൊണ്ടുവരൂ. അയ്യോ, ഇനി ഞാൻ എന്ത് ചെയ്യും? ദൈവമേ, ദൈവമേ, സഹായിക്കാവെന്ന് പറഞ്ഞ ദൈവം തന്നെ ഇവന്റെ കൈയൊടിച്ചല്ലോ. ദൈവമേ, ദൈവമേ. ഒന്ന് എഴുന്നേക്കാൻ പറ്റുമോ? ഇടം മടയാ, വൈദ്യര് പറഞ്ഞു കേട്ടില്ലേ? എഴുന്നേക്കണം. തലേണ. ഈ കഷായം ഉടനെ കൊടുക്കൂ. ശരി. ഇന്ന് രാത്രി നന്നായി ഉറങ്ങുവാണെങ്കിൽ ഉടനെ കുറയുന്നർത്ഥം. കൈയൊടിഞ്ഞ വേദന കൊണ്ട് പൊളയുന്ന ഇവൻ എങ്ങനെ ഉറങ്ങാനാ? ദൈവമേ, ദൈവമേ. വേണ്ട. താരാട്ട് കേൾക്കണോല്ലേ നിനക്ക്? ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഈ നേരത്ത് ആരോടാ താരാട്ട് പാടാൻ പറയാ? മോളെ, നിനക്ക് താരാട്ട് പാടാൻ അറിയാമോ? അറിയില്ലല്ലേ? മോളെ, നിനക്കറിയാമോ കൊച്ചെ? അറിയില്ല. നിനക്കും അറിയില്ലല്ലേ? യുവറാണി, പാടാൻ അറിയാമോ? അയ്യോ,